കോഴിക്കോട് ഉള്ളേരിയിൽ മലബാർ മെഡിക്കൽ കോളേജ് വളപ്പിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. പോലീസ് പരിശോധനയിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തി. മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠനാവശ്യത്തിനായി ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി ഉപേക്ഷിച്ചതാണ് മൃതദേഹങ്ങൾ. സിജു കണ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സിജു, വിവരങ്ങൾ. സൗമ്യ, കോഴിക്കോട് ഉള്ളേരിയിൽ പ്രവർത്തിക്കുന്ന മലബാർ മെഡിക്കൽ കോളേജ് വളപ്പിനകത്ത് ഇന്ന് രാവിലെയോടുകൂടി നാട്ടുകാരാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഒരു കുഴിക്കരികിൽ നിന്ന് തലയോട്ടി ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ പുറത്തുവന്ന നിലയിലായിരുന്നു. തുടർന്ന് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ബാലുശ്ശേരി പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ഈ സ്ഥലം കുഴിച്ചു നോക്കിയപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു തലയോട്ടി ഉൾപ്പെടെയുള്ള മൃതദേഹാവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. എന്നാൽ പിന്നീട് നടത്തിയ പരിശോധനയിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഇത്രയും കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ എങ്ങനെ എവിടെ എത്തിയെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദുരൂഹമാണ്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് ഉടൻ രജിസ്റ്റർ ചെയ്യുമെന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ സംഭവ സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തുന്നുണ്ട്. തഹസിൽദാറുടെ നേതൃത്വത്തിലെത്തി ഉന്നത ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പൂർത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇന്നലെ നാട്ടുകാർ ശക്തമായി പ്രതിഷേധിച്ചതിനെ തുടർന്ന് മലബാർ മെഡിക്കൽ കോളേജ് അധികൃതർ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. എന്നാൽ ഇവർ നൽകുന്ന വിശദീകരണം വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് കോളേജിനായി മൃതദേഹങ്ങൾ ലഭിക്കാറുണ്ട്. ഇത്തരത്തിൽ 5 വർഷത്തിലേറെ പഴക്കമുള്ള മൃതദേഹങ്ങൾ വിദ്യാർത്ഥികൾ പഠിച്ച ശേഷം സംസ്കരിക്കുകയായിരുന്നു എന്നാണ് കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ദുരൂഹത നിലനിൽക്കുന്നതിനാൽ പോലീസ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ മറ്റു കാര്യങ്ങൾ വ്യക്തമാകൂ. സൗമ്യ, ഒരുപക്ഷെ സിജു, അതാണ് ഇന്നത്തെ സുപ്രധാനമായ വിഷയം. സ്വാഭാവികമായും ഇത്തരം മൃതദേഹങ്ങൾ പോലും അതിന് സംസ്കരിക്കുന്നതിനായാലും അല്ലെങ്കിൽ അത് ഉപയോഗശേഷം അത് ഉപേക്ഷിക്കുന്നതിനായാലും ഒക്കെ പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നതും സുപ്രധാനമാണ്. അതുപോലെ തന്നെ ഇത്രയേറെ മൃതദേഹങ്ങൾ എങ്ങനെ അവിടെ വന്നതും എന്നതും ഗൗരവതരമായി അന്വേഷിക്കുന്നുണ്ടോ? സൗമ്യ, തീർച്ചയായും ആദ്യഘട്ടത്തിൽ ഒരു തലയോട്ടി ഉൾപ്പെടെയുള്ള മൃതദേഹാവശിഷ്ടമാണ് കണ്ടെത്തിയതെങ്കിലും പിന്നീട് നാട്ടുകാർ ശക്തമായി പ്രതിഷേധിച്ചതിനെ തുടർന്ന് പോലീസ് സംഭവ സ്ഥലത്ത് കൂടുതൽ കുഴിച്ച് പരിശോധന നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. അതിനുശേഷം നടത്തിയ പരിശോധനയിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഇവിടെ കണ്ടെത്തുകയായിരുന്നു. ഒരേസമയം ഇത്രയും മൃതദേഹാവശിഷ്ടങ്ങൾ എങ്ങനെ ഈ സ്ഥലത്തെത്തിയെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. ആശുപത്രി അധികൃതർ നൽകുന്ന വിവരമനുസരിച്ചാണെങ്കിൽ വിദ്യാർത്ഥികളുടെ പഠനത്തിന് ശേഷം ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. എങ്കിലും ഇത്രത്തോളം മൃതദേഹാവശിഷ്ടങ്ങൾ എത്തുന്നത് ദുരൂഹമാണ്. അതോടൊപ്പം തന്നെ ഇത് ജനവാസ കേന്ദ്രത്തിനടുത്താണ്. കോളേജ് കോമ്പൗണ്ടിനകത്ത് വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിനോട് അടുത്ത് ചേർന്നുകൊണ്ട് നിലവിൽ ഇപ്പോൾ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ജനവാസ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു. അഥവാ വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിന് ഉപയോഗിക്കുന്ന മൃതദേഹങ്ങളാണെങ്കിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. എന്നാൽ ഈ മാനദണ്ഡങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ, അതോടൊപ്പം ഇത്രയും മൃതദേഹങ്ങൾ ഈ ആശുപത്രിക്ക് എവിടെ നിന്ന് കിട്ടി, ഇത് നിയമവിധേയമായാണോ മൃതദേഹങ്ങൾ കിട്ടിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി പോലീസ് പരിശോധിക്കാനിരിക്കുന്നത്. മൃതദേഹാവശിഷ്ടങ്ങൾ നിലവിൽ കിട്ടിയത് ഫോറൻസിക് വിദഗ്ധർ സംഭവ സ്ഥലത്ത് വെച്ച് പരിശോധിച്ച ശേഷം കൂടുതൽ ലാബ് പരിശോധനകൾക്കായി അയക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. സൗമ്യ, സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.